ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നാച്ചുറൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കപ്പ കടുക് വറുക്കലാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് ആദ്യമായിട്ട് കപ്പ നന്നായി വൃത്തിയാക്കി എടുക്കാം. നല്ല ചുവന്ന മണ്ണിലുണ്ടായ കപ്പയാട്ടോ. നമുക്കത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയുന്നുണ്ട്, നന്നായി സോഫ്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം. കപ്പ കുറച്ച് വലിയ സൈസിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കപ്പ ആദ്യം നന്നായി വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കത് കുക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. നല്ലത് കണ്ടോ, കുറച്ച് വലിയ കഷ്ണമാണ്. ചുവന്ന മണ്ണിൻ്റെ അതുണ്ടോ, ചുവന്ന മണ്ണിലുണ്ടായതാ. നല്ല സോഫ്റ്റ്, കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് അറിയുന്നുണ്ട്. നല്ലതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കപ്പയാട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കുറച്ച് ഹാർഡാണെങ്കിൽ വേവാൻ സമയമെടുക്കും. ഇത് പക്ഷെ കട്ട് ചെയ്യുമ്പോൾ വേഗം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് വൃത്തിയായി കഴുകിയെടുക്കാം. മണ്ണൊക്കെ, നമ്മുടെ തൊലിയിൽ മണ്ണൊക്കെ ഉള്ളതല്ലേ, മണ്ണെന്നല്ലേ ഇത്. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കാം. ഞാൻ 1-2 തവണ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. കപ്പ എല്ലാം കഴുകി മാറ്റി ഞാൻ ഒന്നുകൂടെ അത് കഴുകി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ നല്ലതുപോലെ കഴുകി എടുക്കാം. നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ. നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പുപൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിത് വേകാൻ വെക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് കപ്പയായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിഞ്ഞല്ലോ, നല്ല കട്ടയായി വരുന്നുണ്ട്. അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ കുക്കറിലൊന്നും വെക്കുന്നില്ല, സാധാ പാത്രത്തിൽ വെച്ചിട്ടാണ്. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം അത് ഒരു വേവിൻ്റെ പാകമായിട്ടുണ്ട്. നമുക്കിതിനി കടുക് ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാം. വെള്ളുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും മതി. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഞങ്ങൾ കുക്കിങ്ങിന് വെളിച്ചെണ്ണയാട്ടോ യൂസ് ചെയ്യുന്നത്, അതായിരിക്കും ഹെൽത്തിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നന്നായി എണ്ണ ചൂടായി കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിൽ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വണങ്ങി വരുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യാം കേട്ടോ. ഉള്ളി നല്ലതുപോലെ വണക്കിയെടുക്കുന്നുണ്ട് ഞാൻ. നല്ലതുപോലെ വണക്കിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ വണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യാം കേട്ടോ. ഉള്ളി നന്നായി ഇതായി വന്നു കഴിഞ്ഞു. അതിലേക്ക് കറിവേപ്പില ഇടാം. നാടൻ കറിവേപ്പില കേട്ടോ. അതിനുശേഷം അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി വണങ്ങി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഇനി കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വെന്ത് വന്ന കപ്പയാണ്, അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം. കപ്പയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറു തീയിൽ വെച്ചാൽ മതിയാവും, ഒരുപാട് ഇതിൻ്റെ ആവശ്യമില്ല. ചെറിയൊരു തീയിൽ വെച്ച് ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മുടെ കപ്പ തയ്യാറാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. നമ്മളുടെ കപ്പ തയ്യാറായിരിക്കുകയാണ് ഫ്രണ്ട്സ്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഇന്നത്തെ ഈ കപ്പയുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്ത ഓരോ റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും കേട്ടോ ഫ്രണ്ട്സ്.